പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കി എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തു. നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ, നമ്മുടെ സന്തോഷത്തെ അസമാധാനമാക്കി കളഞ്ഞ ഏതൊക്കെ മേഖലകളുണ്ടോ, ഏതൊക്കെ വിഷയങ്ങളുണ്ടോ, അതിനെയെല്ലാം എടുത്തു മാറ്റി നിർവീര്യം ചെയ്ത് വലിയ സന്തോഷം നൽകിത്തരുന്നൊരു ദൈവിക കൃപ ചലിക്കും. വളരെ ശ്രദ്ധയോടെ ദൈവിക സന്ദേശം ശ്രവിക്കുക. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. വളരെ പരിചിതമേറിയൊരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി എന്ന് പറയുമ്പോൾ, ആ പട്ടണത്തിൽ സന്തോഷം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇല്ലാതിരുന്നൊരു വിഷയം ഉണ്ടായി വന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ആ പട്ടണത്തിൽ സന്തോഷമില്ലാതിരുന്നത്? എന്താണ് ആ പട്ടണത്തിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞത്? എങ്ങനെയാണ് ആ പട്ടണത്തിൽ സന്തോഷം ഉണ്ടായത്? കർത്താവിന് സ്തോത്രം. പട്ടണത്തിൽ സന്തോഷമില്ലാതിരുന്ന 3 വിഷയങ്ങളാണ് അതിൻ്റെ 7-ാമത്തെ വേദഭാഗം വായിക്കുന്നത്. 1, അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ ഉണ്ടായിരുന്നു. 2, പക്ഷപാതക്കാർ ഉണ്ടായിരുന്നു. 3, മുടന്തന്മാരുണ്ടായിരുന്നു. അപ്പം ആകമാനം ആ പട്ടണത്തിൽ അശുദ്ധാത്മാക്കൾ ബാധിച്ച അനവധി പേർ, പക്ഷപാതക്കാർ, എഴുന്നേറ്റ് നടക്കാൻ വയ്യ പാരലൈസ്ഡ് ആയിപ്പോയ പലരും, 3 മുടന്തന്മാർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പേരിലും, ഭൂരിപക്ഷം പേരിലും രോഗങ്ങളും അശുദ്ധാത്മാവ് ബാധിച്ച് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ പട്ടണമാകമാനം വല്ലാത്ത ദുഃഖത്തിലാഴ്ന്ന സ്തോത്രം ഒരു ശമരിയ പട്ടണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചായിരിക്കാം ഈ വിഷയം പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. അങ്ങയുടെ കുടുംബത്തിനകത്ത് നാളുകളായി സന്തോഷം അനുഭവിച്ചിട്ട് വ്യക്തിപരമായ ഒരു സന്തോഷം അനുഭവിക്കാൻ, വ്യക്തിപരമായ ഒരു സമാധാനം അനുഭവിപ്പാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഒരു വിഷയമായിരിക്കാം. ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അങ്ങയുടെ കുടുംബത്തിനകത്തെ, വ്യക്തിപരമായ ലൈഫിനകത്തെ സന്തോഷത്തെ കെടുത്തിയ ചില വിഷയങ്ങളെ നിർവീര്യമാക്കിയിട്ട് ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും അങ്ങയുടെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യും. എങ്ങനെയാണ് സന്തോഷം സമാധാനവും കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ആ പട്ടണത്തിനകത്ത് വെളിപ്പെട്ടത്? ദൈവം ഒരു മനുഷ്യനെ ആ പട്ടണത്തിനകത്തേക്ക് അയക്കുകയാണ്, ആ പട്ടണത്തിനകത്തേക്ക് അപ്പോയിന്റ് ചെയ്യുകയാണ്. ഫിലിപ്പോസ് എന്ന ദൈവ മനുഷ്യനെ, ആ അഭിഷേകമുള്ള ആത്മനിറവുള്ള ഫിലിപ്പോസിനെ പട്ടണത്തിലേക്ക് അയക്കുകയും ആ പട്ടണത്തിൽ അതിൻ്റെ 12-ാമത്തെ വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത്, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ, അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം നിമിത്തം നാളുകളേറെയായി അനുഭവിച്ചുകൊണ്ടിരുന്ന സങ്കടാവസ്ഥ, ദുഃഖാവസ്ഥ, സന്തോഷമില്ലായ്മയുള്ള അവസ്ഥകൾ മാറ്റിയിട്ട് മഹാസന്തോഷം ആ പട്ടണത്തിനകത്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ, ആകമാനം ദുഃഖത്തിലാഴ്ത്തിക്കളഞ്ഞ ചില വിഷയങ്ങൾ ഇന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ദൈവാത്മാവിൽ ആശ്രയിക്കുവാനും ഈ സന്ദേശത്തിന് ആമേൻ പറഞ്ഞ്, കർത്താവേ, ദൈവരാജ്യത്തിനുള്ള സന്തോഷവും ദൈവിക സമാധാനവും ഈ റൈറ്റ് ടൈമിൽ എൻ്റെ വീടിനകത്ത് ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിനകത്തൊന്ന് ചലിപ്പിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു? എത്ര പേർ അതിനെ ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്യാൻ തയ്യാറാകുന്നു? എന്താ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞത്? ഇവിടെ ശമരിയ പട്ടണത്തിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞൊരു മനുഷ്യൻ അവിടെ വായിക്കുന്ന 9-ാം വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: എന്നാൽ ഷീമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു. ആഭിചാരകനായ
ആഭിചാരകനായ ശീമോൻ ആ പട്ടണത്തിൻ്റെ സന്തോഷം എടുത്തു കളഞ്ഞു. ഹല്ലേലൂയ. ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ കുടുംബത്തിനെതിരെ പലരും പലതും ചെയ്ത് എൻ്റെ സമാധാനത്തെ കെടുത്തി, എന്നെ കടത്തിലാഴ്ത്തി, എന്നെ ദുഃഖത്തിലാഴ്ത്തി, എൻ്റെ കുടുംബത്തെ ഛിദ്രമാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വിഷയങ്ങളെ നോക്കി ഇന്ന് ഈ സമയത്ത് കൈമാറുന്നു. അതിനെ നിർവീര്യമാക്കിയിട്ട് ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും അങ്ങയുടെ കുടുംബത്തിൽ ചലിപ്പിക്കും. ദൈവവചനത്തിന് സ്തോത്രം. ആഭിചാരകൻ ചെയ്യുന്ന ആഭിചാരത്തിൻ്റെ പ്രവർത്തികളെ പൊളിച്ചു കളഞ്ഞ് നിർവീര്യമാക്കിയിട്ട് ദൈവപ്രവർത്തി ചലിപ്പിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തു തുടങ്ങുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശമരിയ പട്ടണത്തെ ഭ്രമിപ്പിക്കുകയാണ്. അവിടെ ഉള്ളവരെ രോഗിയാക്കി മാറ്റുകയാണ്. അവിടെ ഉള്ളവരെ പാരലൈസ്ഡാക്കി പക്ഷപാതരാക്കി കളയുകയാണ്. അശുദ്ധാത്മാക്കൾ ബാധിച്ച് സ്വയബുദ്ധിയിൽ നടക്കാൻ കഴിയാതെ അശുദ്ധാത്മാവ് ബാധിച്ച് വല്ലാതെ ജീവിത രീതികൾ പുലർത്തുന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ ജീവിതത്തിനകത്ത് സന്തോഷം കെടുത്തിക്കളഞ്ഞ വിഷയമില്ലേ, ആ വ്യക്തിയില്ലേ, ആ പ്രോബ്ലമില്ലേ, ഇന്ന് ആ പ്രോബ്ലത്തെ നോക്കി, ആ വിഷയത്തെ നോക്കി, ആ വ്യക്തിയെ നോക്കി ആത്മാവിലൊന്ന് കൈമാറാമോ? ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയുമെങ്കിൽ ശമരിയ പട്ടണത്തിൻ്റെ സന്തോഷത്തെ എടുത്തു കളഞ്ഞ ആഭിചാരകനായ ശീമോനെ പോലും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തു എങ്കിൽ, അങ്ങനെ നമ്മൾക്കെതിരായി നിന്ന ആഭിചാരം ചെയ്ത തകർക്കുമെന്ന് വെല്ലുവിളിച്ച വെല്ലുവിളികളെ മാറ്റിയിട്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നിമിത്തമുള്ള സന്തോഷം അങ്ങയുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ലൈഫിനകത്ത്, പട്ടണത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. നല്ലതുപോലെ, ചിലരോട് ചോദിച്ചാൽ നല്ലതുപോലെ ജോലി ചെയ്തു വന്ന, നല്ല സന്തോഷത്തിൽ സമാധാനത്തിൽ ജോലി ചെയ്തു വന്ന, എന്ന ഏതോ ഒരു സാഹചര്യത്തിൽ സകലതും തകിടം മറിഞ്ഞു, സകലതും കയ്യിൽ നിന്ന് പോയതുപോലെ എന്തൊക്കെയോ അവസ്ഥകൾ, എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്താണെന്നൊന്നും അറിയുന്നില്ല. ഇന്ന് പകൽ ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നാളിതുവരെ സന്തോഷം കെടുത്തിക്കളഞ്ഞ, നാളിതുവരെ ദുഃഖത്തിലാഴ്ത്തിയ വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിന് ചിലത് ചെയ്യാനുണ്ടെന്നേ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നിമിത്തം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ നിമിത്തം വലിയൊരു ഡെലിവറൻസ് നടക്കുന്നു, വലിയൊരു വിടുതൽ നടക്കുന്നു, വലിയൊരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്നു. ആമേൻ പറഞ്ഞ് വചനത്തെ സ്വീകരിക്കുക. കർത്താവിന് സ്തോത്രം. ശീമോൻ ചോദിക്കുകയാണ്, ശീമോൻ പറയുകയാണ്, ഞാൻ മഹാനാണ്, ഞാൻ ആഭിചാരം ചെയ്ത് ഇനിയും രോഗികളെ സൃഷ്ടിക്കും, ഞാൻ ഇവിടെ ഇനിയും അശുദ്ധാത്മാക്കളെ ആമേൻ ബാധിക്കുന്ന പലരെയും ഉളവാക്കും, ആമേൻ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ മനുഷ്യനായ ഫിലിപ്പോസിനെ ദൈവം അയച്ച പട്ടണത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ തിരികെ കൊടുത്ത് ആനന്ദപൂർണ്ണമാക്കി മാറ്റി. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില രോഗങ്ങളാൽ, കടക്കെണികളാൽ, ബുദ്ധിമുട്ടുകളാൽ, കുടുംബത്തിൻ്റെ ഛിദ്രങ്ങളാൽ ഭാരം അനുഭവിക്കുന്നവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ, നിങ്ങളുടെ സന്തോഷത്തെ അസമാധാനമാക്കി കളഞ്ഞ, ആമേൻ ഇല്ലായ്മ കണ്ണുനീരാഴ്ത്തി കളഞ്ഞ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കും. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആ വിഷയത്തിന്മേൽ ചലിക്കും. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ആ മിഷ്ടത്തെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.